ഹായ് ഫ്രണ്ട്സ്, ഗെയിം ഓൺ വിത്ത് റാഫിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. ഇപ്പോൾ ലയണൽ മെസ്സിയുടെ വിരമിക്കലുമായിട്ട് പലതരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സെപ്റ്റംബർ 5 ബ്യൂണസ് അയേഴ്സിൽ നടക്കുന്ന അർജന്റീന വേഴ്സസ് വെനിസ്വേല വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം ലയണൽ മെസ്സിയുടെ അർജന്റീൻ മണ്ണിലെ അവസാനത്തെ ഒഫീഷ്യൽ മത്സരമായിരിക്കുമെന്ന തരത്തിലൊക്കെ ചില അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത വേൾഡ് കപ്പോട് കൂടി ലയണൽ മെസ്സി വിരമിക്കുമെന്ന വാർത്തകളൊക്കെ വരുന്നു. ഇത് ഒരു ഭാഗത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ലൂയിസ് സുവാരസ് പറയുന്നുണ്ട്, ലയണൽ മെസ്സിയും ഞാനും ഒരുമിച്ച് വിരമിക്കാൻ ആഗ്രഹിക്കുകയാണ്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് എന്ന്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുകയാണ്. മെസ്സി എന്ന് വിരമിക്കില്ല, അതൊക്കെ മെസ്സി തന്നെ ഒഫീഷ്യലി നമ്മോടൊക്കെ പറയേണ്ടതാണ്. അദ്ദേഹം അനൗൺസ് ചെയ്യും അതേതായാലും. എന്തായാലും അടുത്ത വേൾഡ് കപ്പ് കൂടി മെസ്സി കളിക്കും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മെസ്സിയുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഒരു ഭാഗത്ത് ഇങ്ങനെ വലിയ രൂപത്തിൽ ചർച്ചയായി കൊണ്ട് നിൽക്കവേ, നമുക്കറിയാം എല്ലാ നല്ല കാര്യത്തിനും ഒരു അവസാനമുണ്ട് എന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ മെസ്സിയുടെ മനോഹരമായ ഫുട്ബോൾ കരിയറിനും ഒരു അവസാനമുണ്ടാകും, വിരമിക്കലുണ്ടാകും. അതൊക്കെ ശരിയാണ്. എന്നാലും മാക്സിമം അദ്ദേഹം മുന്നോട്ട് പോകുന്നത് കാണാനാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം അടുത്ത വേൾഡ് കപ്പിന് ശേഷമൊക്കെ ദേശീയ ടീമിൽ നിന്ന് വിരമിച്ചേക്കാം, പിന്നീട് 1-2 വർഷം കൂടിയൊക്കെ ക്ലബ് ഫുട്ബോളിൽ തുടർന്നേക്കാം. അതൊക്കെ എന്തായാലും മെസ്സി പറയട്ടെ. അപ്പോൾ ഈ വിരമിക്കൽ ചർച്ച ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കവേ മെസ്സിയുടെ ദേശീയ ടീമിനായിട്ടുള്ള അരങ്ങേറ്റം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ആ അരങ്ങേറ്റം നടന്നിട്ട് 20 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ വാർഷികം, 20ാം വാർഷികം ഇതാ ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. 2005 ഓഗസ്റ്റ് 17 അദ്ദേഹം അരങ്ങേറിയത്. അപ്പോൾ ഈ ഓഗസ്റ്റ് 17 അതിൻ്റെ 20ാം വാർഷികമായിരുന്നു. 2 പതിറ്റാണ്ട് മുമ്പ് നടന്ന കാര്യം. അത് ഒരർത്ഥത്തിൽ ഒരു ട്രാജഡി ആയിരുന്നു എന്ന് പറയുമ്പോൾ, അദ്ദേഹത്തിന് കളിക്കളത്തിൽ ഇറങ്ങി 45 സെക്കൻഡ് ആകുമ്പോഴേക്കും റെഡ് കാർഡ് കിട്ടി പുറത്തു പോകേണ്ടി വന്നു. മെസ്സി എന്ന അത്ഭുത ബാലൻ FC ബാഴ്സലോണയിലൊക്കെ ഇങ്ങനെ വിസ്മയങ്ങൾ കാണിക്കുന്നു, അർജന്റീനയുടെ യൂത്ത് ടീമിലെ നന്നായി കളിക്കുന്നു. അപ്പോൾ സീനിയർ ടീമിൽ അവൻ എന്ത് ചെയ്യുമെന്ന് ഫുട്ബോൾ ലോകം ആകാംക്ഷയോടുകൂടി ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ആ കളിയിൽ, ഫ്രണ്ട്ലി മത്സരമാണ്, ഒരു പ്രഷറുമില്ല, മെസ്സിയെ അരങ്ങേറ്റത്തിന് സജ്ജനാക്കുന്നു ഹോസെ പെക്കർമാൻ എന്ന കോച്ച്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ഗ്രൗണ്ടിൽ ഇറങ്ങി 45ാം സെക്കൻഡിൽ റെഡ് കാർഡ് കിട്ടി ലയണൽ മെസ്സി പിൻവാങ്ങി. അപ്പോൾ അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 10-20 വർഷങ്ങൾക്ക് മുമ്പുള്ള ഫുട്ടേജാണ്. അപ്പോൾ ക്ലാരിറ്റി കുറച്ച് കുറവാണ്. ഇതിൻ്റെ TYC സ്പോർട്സ് 20ാം വാർഷികത്തിൽ പങ്കുവെച്ച വീഡിയോ പോലും നോക്കുമ്പോൾ ഇതേ ക്ലാരിറ്റിയേ ഉള്ളൂ. അത് അന്നത്തെ ടെക്നോളജി ആണല്ലോ. ഇന്നത്തെ പോലെ HD-യും 4K ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വിഷ്വൽ ക്ലാരിറ്റി ഒരല്പം കുറവുണ്ടെങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും നമ്മൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുകയാണ്. ബുഡാപെസ്റ്റിലാണ് കളി, ഹംഗറിയിൽ. ബുഡാപെസ്റ്റിൽ ഹംഗറിക്കെതിരെ അർജന്റീന കളിക്കുകയാണ്. കളി 2-1 അർജന്റീന ജയിച്ചിട്ടുണ്ടായിരുന്നു. ഗബ്രിയൽ ഹെയ്ൻസും അതുപോലെ മാക്സി റോഡ്രിഗസുമാണ് അന്ന് അർജന്റീനയ്ക്ക് ഗോൾ അടിച്ചത്. ഏതായാലും ആ കളി ആദ്യ പകുതി കഴിഞ്ഞു, 45 മിനിറ്റ് കഴിഞ്ഞു. രണ്ടാം പകുതി തുടങ്ങി ഒരു 18 മിനിറ്റുമായി. അപ്പോഴാണ് കോച്ച് ഹോസെ പെക്കർമാൻ, അന്ന് അദ്ദേഹമാണ് ടീമിനെ പരിശീലിപ്പിക്കുന്നത്, ലയണൽ മെസ്സിയെ കളിക്കളത്തിലേക്ക് വിടുന്നത്. 18-കാരനായ മെസ്സി 18ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് ഇതാ കളിക്കളത്തിലേക്ക് ഇറങ്ങിയാണ്. അതിനുവേണ്ടി ലിസാൻഡ്രോ ലോപ്പസിനെ പിൻവലിച്ചു കഴിഞ്ഞു. ലിസാൻഡ്രോ ലോപ്പസ് അതാ വരുന്നു. ലിയോ മെസ്സിക്ക് ആ ഒരു കൈ കൊടുത്ത് ആശംസ അറിയിച്ച് അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് വിടുകയാണ്. അതാ ലിയോ മെസ്സി വളരെ സന്തോഷത്തോടു കൂടി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ മത്സരം സോറിൻ ആ ബോൾ മുന്നോട്ട് കൊടുക്കുകയാണ്. അർജന്റീനയുടെ ഒരു നീക്കത്തിനുള്ള ശ്രമം നടത്തുന്നു. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ലയണൽ മെസ്സി ഗ്രൗണ്ടിൽ നിൽക്കുന്നത്. നോക്കുക, അവിടെ ആ നീക്കങ്ങൾ ഇങ്ങനെ മെനയുന്നു. ഈ നീക്കം മുന്നോട്ട് പോകുന്നതിനിടക്കാണ് ലയണൽ മെസ്സിക്ക് റെഡ് കാർഡ് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അർജന്റീനയുടെ നീക്കം ഇന്റർസെപ്റ്റ് ചെയ്യുന്ന കാഴ്ച കാണാം. വീണ്ടും അർജന്റീന ബോൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലേക്ക് അടക്കുകയാണ്. ലയണൽ മെസ്സി അടങ്ങുന്ന സംഘം മുന്നേറ്റത്തിന് തിരികൊളുത്തുന്നു. ലയണൽ മെസ്സിയിലേക്ക് ബോൾ എത്തുമ്പോൾ അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി വിൽമോസ് വാൻചെക് എന്ന് പറയുന്ന ഹംഗേറിയൻ താരം ശ്രമിക്കുന്നു. ലിയോ മെസ്സി ഒന്ന് കുതറി മാറി ഷെയ്ക്ക് ചെയ്ത് ഓടാൻ വേണ്ടി നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ കൈ എതിർത്താരത്തിന്റെ മുഖത്ത് കൊള്ളുന്നു. എതിർത്താരം അത് ശരിക്കും എക്സാജറേറ്റ് ചെയ്യുന്നുണ്ട്. മാർക്കസ് മെർക്ക് എന്ന റഫറി റെഡ് കാർഡ് കൊടുക്കുന്നു. അദ്ദേഹം വളരെ പ്രഗത്ഭനായിട്ടുള്ള റഫറിയാണ്, ജർമ്മൻകാരൻ്റെ റഫറി. പക്ഷേ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ വിൽമോസ് വാൻചെക്കിന് പറ്റി, റെഡ് കാർഡ് കൊടുക്കുകയാണ്. നമുക്ക് അർജന്റീൻ താരങ്ങൾ അത് എതിർപ്പുമായിട്ട് ചെല്ലുന്നുണ്ട്. ആ 4ാം നമ്പർ ലയണൽ സ്കലോനിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അവിടെ 4ാം നമ്പർ ലയണൽ സ്കലോനിയാണ്. ക്യാപ്റ്റൻ പാബ്ലോ സോറിൻ, മുടിയൊക്കെ നീട്ടി വളർത്തിയ 3ാം നമ്പർ താരം പാബ്ലോ സോറിൻ അവിടെ ഉണ്ട്. അവിടെ ഗബ്രിയൽ ഹെയ്ൻസിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അർജന്റീന താരങ്ങൾ പ്രതിഷേധിക്കുകയാണ്, വലിയ പ്രതിഷേധത്തിലേക്കാണ് പോകുന്നത്. ഹെർനാൻ ക്രെസ്പോ 9ാം നമ്പർ അണിഞ്ഞുകൊണ്ട്
ഹെർനാൻ ക്രെസ്പോ അവിടെയുണ്ട്. അർജന്റീൻ താരങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. ലയണൽ മെസ്സിക്ക് കാർഡ് കൊടുക്കരുത് എന്നാണ് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ റഫറി മനസ്സ് മാറുന്നില്ല, റെഡ് കാർഡ് കൊടുത്തു. ലിയോ മെസ്സി അതാ നിരാശനായിട്ട് തൻ്റെ ജേഴ്സിയൊക്കെ വലിച്ച് ആ ഒരു ഷോർട്സിൻ്റെ കയറൊക്കെ വലിച്ചുകൊണ്ട് അദ്ദേഹം നിരാശനായിട്ട് പിൻവാങ്ങാൻ നിൽക്കുന്ന കാഴ്ചയാണ് നോക്കുക. അദ്ദേഹം ഷോർട്സിൻ്റെ കയറെല്ലാം പിടിച്ചു വലിച്ച് ആകെ നിരാശനായി, വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുമല്ലോ. കാരണം കാത്തിരുന്നിട്ട് ഇതാ സംഭവിക്കുന്നത്. നോക്കുക, ജേഴ്സി പിടിച്ചു വലിക്കുന്നു. ലിയോ മെസ്സി തിരിയുമ്പോൾ കൈ എതിരാളിയുടെ മുഖത്ത് കൊള്ളുകയാണ്. അയാളത് എക്സാജറേറ്റ് ചെയ്ത് വീഴുകയാണ്. വീണ്ടും കാണാൻ പറ്റും. മെസ്സി കുടയുന്നു, കൈ എതിരാളിയുടെ ദേഹത്ത് കൊള്ളുന്നു, വീണ്ടും കൊള്ളുന്നു. ദെൻ അവിടെ സംഭവിക്കുന്ന മുഖം പൊത്തി അയാൾ അവിടെ നിലത്തേക്ക് വീണു. ഇതൊരു ഫ്രണ്ട്ലി മത്സരമാണെന്ന കാര്യം കൂടി നോക്കണം. വളരെ വളരെ ഫുട്ബോൾ ലോകം ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കാത്തിരുന്ന ആ മത്സരത്തിൽ നിരാശനായിട്ട് ലയണൽ മെസ്സി മടങ്ങുകയാണ്. വെറും 42 സെക്കൻഡ് മാത്രമാണ് അരങ്ങേറ്റ മത്സരത്തിൽ ലയണൽ മെസ്സി കളിക്കളത്തിൽ നിന്നത് എന്ന കാര്യം കൂടി നോക്കി നിരാശനായിട്ട് അദ്ദേഹം മടങ്ങുന്നു. അപ്പോഴും അർജന്റീൻ ടീം അംഗങ്ങൾ അവിടെ പ്രതിഷേധിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു റഫറിയോട്. പക്ഷേ പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. ശക്തമായിട്ട് അവിടെ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തുന്ന അർജന്റീൻ താരങ്ങളെ കാണാം. അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം റെഡ് കാർഡ് കൊടുത്തു കഴിഞ്ഞു. പാബ്ലോ സോറിനൊക്കെ സ്റ്റിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെർനാൻ ക്രെസ്പോയെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷേ റഫറി വഴങ്ങുന്നില്ല, മാർക്കസ് മെർക്ക് വഴങ്ങുന്നില്ല. അയാളുടെ കാര്യം അയാളുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അവിടെ കളി മുന്നോട്ട് പോകാൻ നിൽക്കുമ്പോൾ ലിയോ മെസ്സി ടണലിലൂടെ കയറി പോവുകയാണ്. ആ ഒരു 45 സെക്കൻഡ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെബ്യൂവിൽ അദ്ദേഹത്തിന് കളിക്കളത്തിൽ നിൽക്കാൻ പറ്റിയത് എന്നുള്ള നിരാശ തീർച്ചയായിട്ടും ആരാധകരുടെ മനസ്സിൽ എന്നും ഉണ്ടാകും. നോക്കുക, ഇതിൽ വലിയൊരു ജീവിത പാഠമുണ്ട്. ആദ്യ ശ്രമത്തിൽ മെസ്സി പരാജയപ്പെട്ടു മടങ്ങുകയാണ്. അതേ ലിയോ മെസ്സി 20 വർഷങ്ങൾ കഴിയുമ്പോൾ അർജന്റീനക്കൊപ്പം നേടാത്തതായിട്ടൊന്നുമില്ല. വേൾഡ് കപ്പും അദ്ദേഹം നേടി, 2 കോപ്പ അമേരിക്ക അദ്ദേഹം നേടി, ഫൈനലിസിമ നേടി, എല്ലാം നേടി ജേതാവായിട്ട് നിൽക്കുകയാണ് മെസ്സി. പക്ഷെ എല്ലാത്തിൻ്റെയും തുടക്കം ഇങ്ങനെയായിരുന്നു. 18-ാം നമ്പർ ജേഴ്സി അടിഞ്ഞ് 18-ാം വയസ്സിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങി ഓഗസ്റ്റ് 17, 2005 അന്ന് വെറും 45 സെക്കൻഡ് മാത്രം കളിക്കളത്തിൽ നിന്ന് റെഡ് കാർഡ് കിട്ടി നിരാശനായിട്ട് മടങ്ങിപ്പോയ പയ്യൻ. പക്ഷേ പിന്നീട് 20 വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഒരു വേൾഡ് കപ്പിനുള്ള അരങ്ങൊരുങ്ങാൻ വേണ്ടി ഇങ്ങനെ സജ്ജമായിട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ എല്ലാം നേടിയവനാണ്. 2002 വേൾഡ് കപ്പിൽ ആ കിരീടം ചൂടിയത് നമ്മൾ കണ്ടല്ലോ. സോ എല്ലാം നേടി. അപ്പോൾ തുടക്കത്തിൽ ചിലപ്പോൾ നമുക്ക് വീഴ്ചകൾ പറ്റിയാലും മുന്നോട്ട് പോവുക എന്നുള്ള ജീവിത പാഠം കൂടി ഇവിടെ ലിയോ മെസ്സി നൽകുന്നുണ്ട്. മെസ്സിയുടെ അരങ്ങേറ്റം ഒരു ദുരന്തമായിരുന്നെങ്കിൽ ആ കരിയർ അത് മനോഹരമായിരുന്നു, സമ്പൂർണമായിരുന്നു, ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ഏതായാലും നമ്മൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഇത്തരത്തിലുള്ള ചരിത്രവും അതുപോലെ തന്നെ കറണ്ട് മത്സരങ്ങളുടെ നമുക്ക് പറ്റാവുന്ന രൂപത്തിലുള്ള വിശകലനങ്ങളും ഒക്കെ ആയിട്ട് ഗെയിം ഓൺ വിത്ത് റാഫിൽ വീണ്ടും കാണണം.